ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ഉറച്ച സ്വരത്തിൽ പറയുകയാണ്, പാകിസ്ഥാന്റെ ആണവ ഭീഷണിക്ക് മുന്നിൽ ഇന്ത്യ വഴങ്ങില്ല, ഭീകര കേന്ദ്രങ്ങൾ ഇനിയും ആക്രമിക്കുമെന്ന്. അദ്ദേഹം അതിലൂടെ ലോകത്തിന് തന്നെ ഒരു സന്ദേശം നൽകുകയല്ലേ? ഭീകരവാദത്തിനെതിരെ ഇന്ത്യ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. അതെ. ജയശങ്കർ വളരെ കൃത്യമായിട്ട് ഇക്കാര്യം പറഞ്ഞു. ഇത് ലോകത്തിനോടാണ് പറഞ്ഞതെങ്കിലും മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കി. പാകിസ്ഥാൻ അത് മനസ്സിലായി. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ ഈ അതിർത്തിയിൽ നമ്മുടെ ലൈൻ ഓഫ് കൺട്രോളിനപ്പുറത്ത് അവർ നിരവധി ലോഞ്ച് പാഡുകൾ ഉണ്ടാക്കി. ഏതാണ്ട് 170-ലധികം ലോഞ്ച് പാഡുകളാണ് പാക് സേന തയ്യാറാക്കിയിരുന്നത്. താൽക്കാലികമായി ലോഞ്ച് പാഡുകൾ. അവിടെ നിന്ന് ഈ ഹെലികോപ്റ്റർ പെട്ടെന്ന് പറന്നുയരാം, അതുപോലെ സേനാവിന്യാസം, ഈ ടാങ്കുകൾ, മിസൈലുകൾ ഒക്കെ അയക്കുന്ന മിസൈൽ വാഹിനികൾ, ആ വാഹനങ്ങൾ ഒക്കെ ഈ ലോഞ്ച് പാഡിൽ എത്തിക്കുകയും അതിനനുസരിച്ച് അവിടെ വിന്യസിക്കുകയൊക്കെ ചെയ്യാം. അതിന് ലോഞ്ച് പാഡുകൾ തയ്യാറാക്കി വലിയ ഒരു കനത്ത യുദ്ധത്തിലേക്ക് പോകാനാണ് പാകിസ്ഥാൻ ഒരുങ്ങിയിരുന്നത്. ഈ പറഞ്ഞതുപോലെ അവർക്ക് കാര്യം മനസ്സിലായി. വളരെ പെട്ടെന്ന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന നമ്മൾ നടത്തിയ സൈനിക നടപടി അല്ലെങ്കിൽ സൈനിക നീക്കത്തിലൂടെ പാകിസ്ഥാന് കൃത്യമായിട്ട് കാര്യം മനസ്സിലായി. പാക് സൈന്യത്തിന് വളരെ പെട്ടെന്ന് തന്നെ അപകടം മനസ്സിലായി. അവർ വളരെ ദയനീയമായി കാല് പിടിച്ച് മാപ്പ് പറഞ്ഞ് ഇന്ത്യൻ സൈന്യത്തിന് മുന്നിൽ തല താഴ്ത്തി കുമ്പിട്ട് നിൽക്കുന്ന കാഴ്ചയും ലോകം കണ്ടു. വളരെ പെട്ടെന്ന് തന്നെ അവർ വെടിനിർത്തൽ വേണമെന്ന് യാചിച്ചു. ഇന്ത്യ അത് കൈക്കൊണ്ടു. നമ്മുടെ പ്രധാനമന്ത്രി, നമ്മൾ യുദ്ധം ആഗ്രഹിക്കുന്നവരല്ല, അതുമല്ല വന്ന് കരഞ്ഞ് കാല് പിടിച്ച് അപേക്ഷിക്കുന്നവനെ തൊഴിക്കുന്ന ഒരു സംസ്കാരം ഇന്ത്യക്കില്ല. നമ്മളതുകൊണ്ട് തൽക്കാലം വെടിനിർത്തുന്നു. പക്ഷേ ഭീകരതയ്ക്കെതിരായ നടപടി അവസാനിച്ചിട്ടില്ല. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല. ഇനി ഒരു ചെറിയ നീക്കം അപ്പുറത്തുനിന്നുണ്ടായാൽ കനത്ത തിരിച്ചടി നൽകും എന്ന മുന്നറിയിപ്പും കൊടുത്തു. കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഗുജറാത്തിൽ വഡോദരയിൽ നടന്നൊരു പരിപാടിയിൽ നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അദ്ദേഹം ഇതിനെതിരെ ആഞ്ഞടിച്ചത്. നമ്മൾ ഏറ്റവും ഒടുവിൽ ഈ ജയശങ്കറിൻ്റെ വാക്കുകൾക്ക് മൂർച്ചയും വിലയും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായത് കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് നമ്മുടെ ഈ പറഞ്ഞ ലോഞ്ച് പാഡിലെല്ലാം വലിയ തോതിൽ സൈനികരെ വിന്യസിച്ചിരുന്നു. ആർമിയെ, പാക് സേനയെ വിന്യസിച്ചിരുന്നു, പാക് റേഞ്ചേഴ്സിനെ വിന്യസിച്ചിരുന്നു. അവിടെ നിന്നെല്ലാം അവർ മടങ്ങിപ്പോകാൻ തുടങ്ങി. അതേസമയം നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത് എന്ന് ഇതുവരെ നമ്മുടെ രാജ്യത്തുള്ളവർക്കോ ലോകത്തിനോ മനസ്സിലായിട്ടില്ല. ഈ അതിർത്തിയിൽ നമ്മൾ എങ്ങനെയാണ് സേനയെ വിന്യസിച്ചിരിക്കുന്നത്, നമ്മുടെ നീക്കങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ എത്രത്തോളം ആയുധങ്ങൾ അതിർത്തിയിൽ സംഭരിച്ചിട്ടുണ്ട്, ഏതൊക്കെ റെജിമെൻറ്റുകളെ നമ്മൾ വിന്യസിച്ചിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും ഒരു ധാരണയുമില്ല. ഇന്ത്യ അത് വളരെ രഹസ്യമായിട്ടാണ് നടത്തിയത്. കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ ഒരു കോൺഗ്രസ് പ്രതിനിധി ചോദിക്കുന്നത് കേട്ടു, പാകിസ്ഥാൻ അപ്പുറത്ത് വലിയ തോതിൽ നീക്കങ്ങൾ നടത്തുന്നു, സേനയെ വിന്യസിക്കുന്നു, ആയുധങ്ങൾ സംഭരിക്കുന്നു, നമ്മളെന്താണ് ചെയ്യുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ ഭാഗമായിട്ട് 3 ദിവസത്തെ പ്രത്യാക്രമണങ്ങൾ നടന്നല്ലോ. പാക് വ്യോമത്താവളങ്ങളടക്കം തകർത്ത് കളഞ്ഞു. 19 വ്യോമത്താവളങ്ങളിൽ 12 എണ്ണം നമ്മൾ നിലംപരിശാക്കി. റൺവേയിലൊക്കെ വലിയ കുഴികളാണ് രൂപപ്പെട്ടിരിക്കുന്നത്, വലിയ വലിയ ഗർത്തങ്ങളാണ്, ഭയാനകമായ ഗർത്തങ്ങളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. 4-5 വർഷമെടുക്കും പാകിസ്ഥാൻ ഇതിൽ നിന്നൊന്ന് നിവർന്ന് നിൽക്കാൻ. അത്തരം മാരകമായ പരുക്കുകൾ അവർ കേൾപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു. അപ്പോൾ ചാനൽ ചർച്ചയിൽ പിന്നീട് നടന്ന ഒരു ചാനൽ ചർച്ചയിൽ മേജർ രവി അതിന് മറുപടി കൊടുക്കുന്നത് കണ്ടു. ഇതാണ് ഇന്ത്യൻ സൈന്യം, ഇതാണ് ഇന്ത്യൻ സേനയുടെ കരുത്ത്. നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് നമ്മുടെ ഉള്ളിലുള്ളവർക്ക് പോലും മനസ്സിലാകില്ല, അറിയില്ല. അത് ഉറപ്പാണ്. ശത്രു അടി കൊണ്ടു കഴിഞ്ഞേ ശത്രുവിനും മനസ്സിലാവുകയുള്ളൂ ഇത് നമുക്ക് അടി കൊണ്ടിരിക്കുന്നു. എവിടുന്ന് ആര് എപ്പോൾ എങ്ങനെ അടിച്ചു എന്ന് അറിയില്ല അവർക്ക് പോലും. പക്ഷെ അടി കൊണ്ടു. ഇതാണ് ഇന്ത്യൻ സേനയുടെ വിജയം എന്ന് അദ്ദേഹം പറയുന്നത്. അതുപോലെ ഇപ്പോഴിതാ ഈ ജയശങ്കർ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു, ആണവ ഭീഷണിയും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട, ചുട്ട മറുപടി കിട്ടും. കയ്യിൽ ആണവായുധമുണ്ട് എന്ന് പറഞ്ഞ് പേടിപ്പിക്കാൻ വന്നാൽ ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേരെ, അതിന് ചിലവാകില്ല. നമ്മൾ വളരെ കാരണം ഈ പെഹൽഗാം ആക്രമണത്തിന് പിന്നാലെ തന്നെ ഇന്ത്യ ഒരു തിരിച്ചടിക്ക് തയ്യാറാകുന്നു എന്ന്
അവസ്ഥ ഉണ്ടായപ്പോൾ നിരന്തരമല്ലേ അതെ. പാകിസ്ഥാന്റെ പല മന്ത്രിമാരും സൈനിക നേതാക്കളും ഉദ്യോഗസ്ഥരും അടക്കം പറയുന്നത് ഞങ്ങളെ കയ്യിൽ ആണവായുധമുണ്ടെന്ന്. പക്ഷേ ഇന്ത്യയുടെ അടി വാങ്ങിയതിനു ശേഷം അതിനെക്കുറിച്ച് പിന്നെ ഇപ്പോൾ മിണ്ടുന്നില്ല. മിണ്ടുന്നില്ല. അല്ല, എന്തിന് പാകിസ്ഥാനെ പറയുന്നു? 2014 മുമ്പ് ഇന്ത്യ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? കാശ്മീർ അതിർത്തിയിലും പഞ്ചാബ് അതിർത്തിയിലും മറ്റുമൊക്കെ ഈ പാക് റേഞ്ചേഴ്സ് വന്ന് നമ്മുടെ ഭടന്മാരുടെ തല വെട്ടിയെടുത്തുകൊണ്ട് പോകുമായിരുന്നു. ആ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, മുംബൈ അറ്റാക്ക് നടന്നപ്പോൾ, ചെറുതും വലുതുമായ നിരവധി സ്ഫോടനങ്ങൾ ഇന്ത്യക്കുള്ളിൽ നടന്നപ്പോഴൊക്കെ നമ്മളെന്താണ് അമേരിക്ക അമേരിക്ക എന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു നടപടിയും നമ്മൾ സ്വീകരിച്ചില്ല. അന്ന് സൈന്യം കാല് പിടിച്ച് നമ്മുടെ പ്രതിരോധ മന്ത്രിയോടും പ്രധാനമന്ത്രിയോടുമൊക്കെ ആവശ്യപ്പെട്ടു, ഒരവസരം തരൂ, ഇത് ഞങ്ങൾ അവസാനിപ്പിച്ച് തരാം, ഒറ്റ അവസരം തന്നാൽ മതി, ഒരു സർജിക്കൽ സ്ട്രൈക്കിനുള്ള അനുമതി നൽകിയാൽ മതി. പക്ഷെ അന്ന് നമ്മളത് ചെയ്തില്ല. അന്ന് നമ്മളത് ചെയ്യാതിരുന്നതിന് കാരണം നമ്മുടെ ഭരണ നേതൃത്വത്തിന് ഭയമായിരുന്നു. അയ്യോ, പാകിസ്ഥാൻ്റെ കയ്യിൽ ആണവായുധമുണ്ട്, അവരത് പ്രയോഗിക്കും, നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കയ്യിലും ആണവായുധമുണ്ട്. നമ്മൾ ആരെയാണ് ഭയപ്പെടുന്നത്? നമ്മുടെ സൈന്യത്തിൻ്റെ കഴിവിനെ നമുക്ക് തിരിച്ചറിഞ്ഞുകൂടെ? നമുക്ക് മനസ്സിലാക്കിക്കൂടെ? പക്ഷെ നമ്മുടെ ഭരണ നേതൃത്വത്തിന് അതിനോട് ഈ യുദ്ധം ചെയ്യാനും വേണം ഒരു ധൈര്യം. ആരടാ എന്ന് ചോദിച്ചാൽ തിരിച്ച് എന്തടാ എന്ന് ചോദിക്കാനുള്ള ഒരു ആത്മബലം നമുക്ക് വേണം. ആ ആത്മബലം അന്നത്തെ ഭരണ നേതൃത്വത്തിന് ഇല്ലാതിരുന്നു എന്നുള്ള സത്യം നമ്മൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല. അന്ന് മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിൽ ഒരു പാവ സർക്കാരിനെ വെച്ച് ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നത് സോണിയയാണ്. UPA ചെയർപേഴ്സണായ സോണിയയാണ് ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നത്. ആ സോണിയയ്ക്ക് ഈ പാകിസ്ഥാനോട് ഏറ്റുമുട്ടാനും ഇന്ത്യൻ സൈനികരുടെ ജീവൻ നഷ്ടപ്പെടുന്നതിലോ ഭീകരാക്രമണങ്ങളിലോ ഒന്നും യാതൊരു ഉത്കണ്ഠയും ഉണ്ടായിരുന്നില്ല, യാതൊരു ആശങ്കയും ഉണ്ടായിരുന്നില്ല. അവർ പാകിസ്ഥാനോട് ഏറ്റുമുട്ടാൻ തയ്യാറായിരുന്നില്ല. പാകിസ്ഥാന് ചുട്ട മറുപടി കൊടുക്കാൻ അവർ ഒരു കാലത്തും അവർ ഒരുങ്ങിയിട്ടുമില്ല. അവർക്ക് ഇവിടെ വലിയ അഴിമതികൾ നടത്തണം, രാജ്യം കൊള്ളയടിക്കണം, പണമുണ്ടാക്കണം എന്നുള്ളതല്ലാതെ വേറൊരു ചിന്തയും ഉണ്ടായിരുന്നില്ല. പക്ഷേ 2014 കഴിഞ്ഞപ്പോൾ സ്ഥിതി മാറി. മോദി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം സൈന്യത്തിന് പൂർണ്ണ അധികാരം കൊടുത്തു. സൈന്യത്തിന് ഇങ്ങോട്ടടിച്ചാൽ അങ്ങോട്ട് അടിച്ചുകൊള്ളുക, ഇനി ആരോടും ചോദിക്കാൻ നിൽക്കണ്ട, ഇനി ഒരിടത്തേക്കും വിളിച്ച് ചോദിക്കാൻ നിങ്ങൾ നിൽക്കണ്ട, അവിടുന്ന് നേരെ ഡൽഹിയിലേക്ക് വിളിച്ച് ഞങ്ങൾ അടിച്ചോട്ടെ, അനുമതി വേണം എന്നൊന്നും ചോദിക്കാൻ നിൽക്കണ്ട, നിങ്ങൾ അടിച്ചുകൊള്ളുക, ഇങ്ങോട്ടടിച്ചാൽ അങ്ങോട്ടടിക്കണം, ഒരു സംശയവും വേണ്ട ആ കാര്യത്തിൽ. എന്ന് മാത്രമല്ല, സൈന്യത്തെ പരിപൂർണമായിട്ട് പിന്തുണയ്ക്കാനും സൈന്യത്തിന് വേണ്ടി ലോകം മുഴുവനും പ്രചാരണം നടത്താനും ഇന്ത്യ ഗവൺമെൻറ് മുന്നോട്ട് വന്നു. സൈന്യത്തിന് ഉറച്ച പിന്തുണയാണ് കൊടുത്തത്. അത്യന്താധുനികമായ ആയുധങ്ങൾ, ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ തുടങ്ങി സൈന്യത്തിന് അപകടമുണ്ടാകാൻ, സൈനികർക്ക് പരിക്കേൽക്കാതിരിക്കാൻ, അപകടമുണ്ടാകാതിരിക്കാൻ വേണ്ടുന്ന എല്ലാ മാർഗങ്ങളും നമ്മൾ സ്വീകരിച്ചു. ഇപ്പോഴത് വ്യക്തമായില്ലേ? നമ്മുടെ ഒരു സൈനികന് പോലും ഒരു പോറൽ പോലും ഏൽക്കാതെ വളരെ കൃത്യമായിട്ട് അവിടുത്തെ വ്യോമതാവളങ്ങളും ഭീകര കേന്ദ്രങ്ങളും ഒക്കെ ആക്രമിച്ചു. ആദ്യം ഭീകര കേന്ദ്രങ്ങളെ നിരപ്പാക്കി, അപ്പോൾ അവിടുന്ന് തിരിച്ചടിക്കാൻ തുടങ്ങി. തിരിച്ചടിക്ക് ഉചിതമായ മറുപടി നമ്മൾ കൊടുത്തു. ഒരു റോക്കറ്റ് പോലും, ഒരു മിസൈൽ പോലും ഇന്ത്യൻ മണ്ണിലേക്ക് പ്രവേശിക്കാൻ നമ്മൾ അനുവദിച്ചില്ല, നിലംപരിശാക്കി കളഞ്ഞു. എന്നിട്ടും പോരാഞ്ഞിട്ടാണ് അവിടുത്തെ വ്യോമതാവളങ്ങൾ കയറി നശിപ്പിച്ചത്. അത് നശിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇനി നമ്മൾ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. മാത്രമല്ല, കേവലം 100 മണിക്കൂർ പിടിച്ചു നിൽക്കാനുള്ള ആയുധശക്തി, പടക്കോപ്പുകൾ മാത്രമേ പാകിസ്ഥാൻ്റെ കൈവശമുള്ളൂ എന്ന് ലോകത്തെല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് കഴിഞ്ഞു, ഇന്ത്യ ഗവൺമെൻറ്റിന് കഴിഞ്ഞു. ആ ധൈര്യമാണ് ജയശങ്കർ ഗുജറാത്തിൽ പ്രഖ്യാപിച്ചത്, ഉറക്കെ പറഞ്ഞത്. ഇനി ആണവശക്തിയാണെന്നും പറഞ്ഞ്, ആണവായുധം കയ്യിലുണ്ടെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ വരരുത്. ആ ഭീഷണി അങ്ങ് കയ്യിൽ വെച്ചിരുന്നാൽ മതി, ഇങ്ങോട്ട് എടുക്കണ്ട, എടുത്താൽ നല്ല ഉചിതമായ മറുപടി ഞങ്ങൾ തരും. ഇനിയും ചൊറിയാൻ വന്നാൽ തിരിച്ച് ചൊറിച്ചിലെല്ലാം മാന്തും, ഞങ്ങൾ മാന്തി പുണ്ണാക്കി വിടും എന്ന മറുപടിയാണ് ജയശങ്കർ കൊടുത്തിരിക്കുന്നത്. നോക്കൂ, നമ്മുടെ ആ നയതന്ത്ര വിദഗ്ധൻ കൂടിയായ ജയശങ്കർ വളരെ കൃത്യമായിട്ട് പറയേണ്ട മറുപടിയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒരു സംശയവും വേണ്ട, ഈ ജയശങ്കറിൻ്റെ വാക്കുകൾക്ക് കൃത്യമായ അർത്ഥം നമ്മുടെ സൈന്യം കൊടുത്തിരിക്കും. ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും തരത്തിൽ പ്രകോപനമുണ്ടായാൽ 1ന് 10 എന്നുള്ള മറുപടി ആയിരിക്കും തിരിച്ച് പാകിസ്ഥാന് കിട്ടുക. അതവർക്ക് മനസ്സിലായിട്ടുണ്ട്. എന്തായാലും നയതന്ത്ര തലത്തിൽ മാത്രമല്ല, ഈ ശത്രുക്കളോട് എങ്ങനെ സംസാരിക്കണം എന്ന കാര്യത്തിൽ പോലും ജയശങ്കറിന് നല്ല തിട്ടമുണ്ട്. അദ്ദേഹത്തിന് അതിലൊരു സംശയവുമില്ല. ഇന്ത്യൻ സൈന്യത്തിൻ്റെ കരുത്തിലും അദ്ദേഹത്തിന് പരിപൂർണ വിശ്വാസമുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തെളിയിക്കുന്നത്.